വൈൽഡ് കാർഡ് എൻട്രിയുടെ ടൈമാണ്. ആര് കയറിയാലും അവർക്ക് കപ്പടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 90% സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസ് 6 ഇപ്പം മത്സരാർത്ഥികൾ സ്ട്രോങ് ആയിട്ടുള്ളവർ കുറവാണ്. അപ്പോൾ ആരൊക്കെ കയറാൻ പോണെന്നല്ലേ 6 പേരുടെ പേര് നമ്മൾ പറയുന്നുണ്ട്. ആ 6 പേരിൽ 4 പേരും ഉറപ്പായിട്ടും കയറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 6 പേരെയും കയറ്റി വിടാനുള്ള സാധ്യതയുണ്ട്. കാരണം മാറ്റിപ്പിടിക്കലാണല്ലോ ഇപ്പം. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, ആളുടെ പേര് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ആള് കയറിക്കഴിഞ്ഞാൽ ജാസ്മിൻ്റെയൊക്കെ വായ അടയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. സായി കൃഷ്ണനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ അറിയില്ല. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഫോട്ടോയും ഇവിടെ കൊടുക്കാം. കാത്തിരിക്കാം. ജിൻഡോയുടെ ആയിക്കോട്ടെ. ജിൻഡോ പിന്നെ ആയിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ജാസ്മിനും ഗബ്രിയായിട്ട് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സീക്രട്ട് ഏജന്റ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി കഴിഞ്ഞാൽ. രണ്ടാമത്തത് പൂജ കൃഷ്ണയാണ്. ഞാൻ നേരത്തെ മുതൽ പറയണതാണ് പൂജ കൃഷ്ണ ബിഗ് ബോസ് 6 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. പൂജ കൃഷ്ണനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആളെ എല്ലാവരും നമുക്ക് അറിയാവുന്നതാണ്. ഫോട്ടോ കാണിച്ചില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത് DJ സിബിൻ. DJ സിബിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോയൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. ഇതാണ് DJ സിബിൻ്റെ ഫോട്ടോ. ആളൊരു ആക്ടറാണ്, ഡാൻസറാണ്, പിന്നെ കൊറിയോഗ്രാഫറാണ്, ഡയറക്ടറാണ്, ഡാൻസ് കമ്പനിയൊക്കെ ഉള്ള വ്യക്തിയാണ് DJ സിബിൻ. പിന്നെ കയറാൻ പോണത് 2 അഭിഷേകുമാരാണ്. അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും. ഇത് അഭിഷേക് ശ്രീകുമാർ കേട്ടോ. ആള് ഒരു ആർട്ടിസ്റ്റാണ്. നമ്മുടെ അനൂടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇതാണ് അഭിഷേക് ജയദീപ്. മോഡലാണ്, മിസ്റ്റർ ഗേ കേരളയാണ്, ടോൾ ബ്രൗൺ ബോയ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ ഒരു ലേഡിയുടെ പേരാണ് നന്ദന. നന്ദനയുടെ ഫോട്ടോ കാണിക്കുന്നതാണ്. ഇതാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഏക ലേഡിയുടെ പേര്. അവിടെ ലേഡീസ് ആണല്ലോ കൂടുതൽ, അതുകൊണ്ട് തന്നെ ബോയ്സ് കുറവാണ്. അപ്പോൾ ആളൊരു മോഡലാണ്. ഈ 6 പേരിൽ 4 പേരും ഉറപ്പായിട്ടും കയറും. അപ്പം ഈ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഈ ശനിയാഴ്ചയോ കയറാനുള്ള സാധ്യതയാണ് കൂടുതൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സീക്രട്ട് ഏജൻറ്റ് ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കുറച്ചൊക്കെ നമുക്ക് കാണാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ കുറച്ചൊക്കെ സ്നേഹബന്ധങ്ങൾ ഉണ്ടാവണം, അടി ഉണ്ടാവണം, കോമഡി ഉണ്ടാവണം. ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് ഇഷ്ടമുള്ളത്. അപ്പം അങ്ങനത്തെ കുറച്ച്, അല്ലാതെ എപ്പോഴും ഇവിടെ ഇരുന്ന് കൾച്ചറൽ ആക്ടിവിറ്റീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ വരണമെങ്കിൽ ഇനി വൈൽഡ് കാർഡ് എൻട്രി തന്നെ വരണം. ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ നിന്നായിരിക്കും മിക്കവാറും പഠിക്കാനുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വഷ വ്യൂ.